വടക്കാഞ്ചേരിയുടെ സ്വന്തം ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായയുടെ വിളവെടുപ്പ് തുടങ്ങി. നേരത്തെ തലപ്പിള്ളി താലൂക്കിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ചെങ്ങാലിക്കോടൻ കായയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. സ്വർണത്തിന്റെ നിറവും പുളിയും മധുരവും ചേർന്ന രുചിയുമാണ് ചെങ്ങാലിക്കോടന്റെ പ്രത്യേകത. ഓണത്തിന് മുന്നേ തന്നെ ചെങ്ങാലിക്കോടൻ കായക്കുലകൾ വിപണിയിൽ എത്തിത്തുടങ്ങി. മേഖലയിലെ തോട്ടങ്ങളിലെല്ലാം വിളവെടുപ്പ് തുടങ്ങി. തോട്ടങ്ങളിൽ കിലോയ്ക്ക് 60 രൂപ മുതൽ 65 രൂപ വരെയാണ് കർഷകർക്ക് നൽകി കുലകൾ വാങ്ങുന്നത്. തലപ്പള്ളി താലൂക്കിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു ഇനം വാഴയാണ് ഈ ചെങ്ങാലിക്കോടൻ. നമുക്കതിന് ഭൗമസൂചിയൊക്കെ ലഭിക്കുന്നുണ്ട് ഈ വാഴ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം, ഇതിൻ്റെ കര, ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ കായകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് നല്ല മധുരമുണ്ടായി. അതുപോലെ തന്നെ ചുവപ്പ്, ഇതിൻ്റെ ഈ സോഫ്റ്റ് ഉണ്ടായിരിക്കും, നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ കായകൾക്ക് നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റുള്ള പഴങ്ങളെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും, നല്ല മധുരം കൂടുതലുണ്ടായിരിക്കും, ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിലുപരി പിന്നെ ഇതിൻ്റെ കളറ് സാധാരണ കായകളെ അപേക്ഷിച്ച് ഇതിന് നല്ല ചുവന്ന തുടുത്ത കളറുണ്ടായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക കറി ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ ഒരു കന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ചാൽ, ഉദാഹരണത്തിന് ഇതിൻ്റെ കന്ന് കൊണ്ടുപോയിട്ട് ഒരു പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാഴ ഉണ്ടാവും, ഒരു കായ ഉണ്ടാവും എന്നല്ലാണ്ട് ഇതുപോലൊരു വാഴയോ ഇതുപോലൊരു കായോ അതിലുണ്ടായിരിക്കില്ല. അതായത് ഇതിൻ്റെ കര, അതിൻ്റെ വണ്ണം, അതിൻ്റെ ആ കളറ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ്, ഇതൊന്നും മറ്റൊരു ദിക്കിലും നമ്മൾ ഈ വാഴ കൊണ്ടുവച്ചാൽ ഉണ്ടാകും. ഇതാണ് മറ്റുള്ള വാഴകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ തലപ്പള്ളി താലൂക്കിൽ എല്ലാ കർഷകരും നമ്മളെ ഓണം ബേസ് ചെയ്തിട്ടാണ് ഈ കായ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 10,000, 100,000, 1,000, 2,000 വാഴകൾ ഓണം ബേസ് ചെയ്തിട്ടാണ് ആളുകൾ കൃഷി ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് വെട്ടുന്ന കായകളുണ്ടായി, കർക്കിടക വാഴ എന്ന് പറയുന്ന രീതിയിൽ ഇത് വെച്ചുന്ന ഒരു രീതിയുണ്ട്. എന്നിരുന്നാലും കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് ഈ ഓണം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓണത്തിനാണ് കൂടുതൽ ഇത് ചെലവാകുന്നുണ്ടായിരുന്നത്. നമ്മുടെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഓണത്തിന് മേടിക്കുന്ന ഒരു കായാണ് ഈ ചെങ്ങാലിക്കോടൻ. വ്യാപാര സ്ഥാപനങ്ങളിൽ 80 രൂപ വില. ഏറെ പരിചരണം ആവശ്യമുള്ള വാഴയാണ് ചെങ്ങാലിക്കോടൻ. ഏറെ ശ്രദ്ധയോടെ പരിപാലിച്ചില്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ കായ ലഭിച്ചെന്നു വരില്ല. കഴിഞ്ഞ ഓണത്തിന് കന്ന് നട്ട ചെങ്ങാലിക്കോടൻ കായയാണ് വിളവെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിനകം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിനു പുറത്തും ചെങ്ങാലിക്കോടൻ കായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. തലപ്പിള്ളി താലൂക്കിൽ കൃഷി ചെയ്തിരുന്ന ചെങ്ങാലിക്കോടൻ കായയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പേറ്റന്റും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഓണവിപണി കണ്ണുനട്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ കർഷകർ വളരെ വില കുറച്ച് നേന്ത്രക്കായ എത്തിക്കുന്നതോടെ ചെങ്ങാലിക്കോടന്റെ ഡിമാൻഡ് കുറയുന്നതും പതിവാണ്. തമിഴ്നാട്ടിലെ കർഷകർ ഇപ്പോൾ തന്നെ നേന്ത്രക്കായ കേരളത്തിലെത്തിക്കാൻ വേണ്ട പരിശ്രമത്തിലാണ്. വളരെ വില കുറവിലാണ് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന നേന്ത്രക്കായകൾ വിപണി കീഴടക്കുക. കൾച്ചറൽ ഡെസ്ക്, എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.